കുവൈറ്റ് തീപിടുത്തത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള 6 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ആവശ്യമായ നടപടികൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അപകടത്തിൽ മരിച്ച പന്തളം സ്വദേശി ആകാശ് എസ് നായരുടെ വീട് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി വീണ ജോർജ്. സഹിക്കാൻ കഴിയാത്ത വേദനയാണ് ഓരോ കുടുംബത്തിനും ഉണ്ടായിരിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. അത്യന്തം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നലെ കുവൈറ്റിൽ ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് മരണമടഞ്ഞത്. സഹിക്കാൻ കഴിയാത്ത അതിതീവ്രമായിട്ടുള്ള ദുഃഖമാണ് ഓരോരുത്തർക്കും ഓരോ കുടുംബങ്ങൾക്കുമുള്ളത്. പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ദാരുണവും നിർഭാഗ്യകരവുമായിട്ടുള്ള സംഭവത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ CM തന്നെ നേരിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു, കത്തയച്ചിരുന്നു. അതിനുശേഷം നോർക്ക വഴിയായി എംബസിയുമായിട്ടും ആശയവിനിമയം നടത്തിക്കൊണ്ട് അതിന്മേലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പന്തളം സ്വദേശി ആകാശ് എസ് നായർ, വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായർ PV, കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ്, തിരുവല്ല മേപ്ര സ്വദേശി തോമസ് സി ഉമ്മൻ, നിർണം സ്വദേശി മാത്യു തോമസ്, കീവാഴ്പൂർ നെഴുവേലി സ്വദേശി സിബിൻ P. എബ്രഹാം എന്നിവരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ആകാശ് എസ് നായരുടെ വീട്ടിൽ മന്ത്രി വീണ ജോർജിനൊപ്പം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ എത്തി. മുരളീധരൻ PV നായരുടെ വീട്ടിൽ KU ജനീഷ് കുമാർ MLA യും സന്ദർശിച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.